അമേരിക്കയിലെ ഷിക്കാഗോയിലാണ് കേട്ടോ ഈ സംഭവം. 26 വയസ്സുകാരിയായ മെക്കൻസിയുടെയും എറിക്കിന്റെയും വിവാഹം ഈ വരുന്ന ഏപ്രിൽ 24-ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മാർച്ച് ആദ്യവാരമുണ്ടായ 2 ഹൃദയാഘാതങ്ങളും പിന്നാലെ വന്ന സ്പൈനൽ സ്ട്രോക്കും മെക്കൻസിയുടെ ശരീരത്തെ തളർത്തിക്കളഞ്ഞു. പ്രണയസാഫല്യത്തിന് ആഴ്ചകൾ മാത്രം ശേഷിക്കവേ ICUവിലെ വെന്റിലേറ്ററിൽ മരണത്തെ മുഖാമുഖം കണ്ടായി അവളുടെ അതിജീവനം. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ മെക്കൻസിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനേ കഴിയില്ല എന്ന് ഡോക്ടർമാർ ഒന്നടങ്കം വിധിയെഴുതി. ആശുപത്രി കിടക്കയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുറപ്പില്ലാതെ കിടക്കുന്ന പ്രതിശ്രുത വധുവിനെ കൈവെടിയാൻ പക്ഷേ എറിക്ക് തയ്യാറായിരുന്നില്ല. ഏപ്രിൽ മാസം 24 വരെ കാത്തിരുന്നുമില്ല. കഴിഞ്ഞ മാർച്ച് 13-ന് ബലൂണുകളും കടലാസ് പൂക്കളും കൊണ്ട് അലങ്കരിച്ച കാർഡിയാക് ICUവിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അവർ രണ്ടുപേരും വിവാഹിതരാവുകയായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ എറിക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതവസ്ഥയിലും പരസ്പരം കൈവിടില്ലെന്നും വീഴ്ചകളിൽ താങ്ങാകുമെന്നും വിജയങ്ങളിൽ പങ്കുചേരുമെന്നും നമ്മൾ പരസ്പരം വാക്ക് കൊടുത്തതാണ്. നിന്നെ ഒരിക്കലും ഞാൻ കൈവെടിയുകയില്ല. എത്രയും വേഗം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നാൽ മാത്രമേ മെക്കൻസിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയുമായിരുന്നുള്ളൂ. നമുക്കറിയാം, ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആണെങ്കിൽ ആ മാറ്റിവെക്കാൻ മാച്ചായിട്ട് ഒരു ഓർഗൻ ഡോണറിനെ എപ്പോൾ കിട്ടും, എത്ര സമയമെടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും ദിവസങ്ങൾ എണ്ണി അവർ ICUവിൽ ദിവസങ്ങൾ തള്ളി നീക്കി. ഒടുവിൽ ഏപ്രിൽ മാസം 3-ന് മെക്കൻസിക്ക് മാച്ചായി ഒരു ഡോണർ വന്നു. അന്ന് രാത്രി തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. ശസ്ത്രക്രിയ വിജയകരമായിരുന്നു. മിനിയാപോളിസിലെ നോർത്ത് വെസ്റ്റേൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ICU വാർഡിൽ മെക്കൻസി സുഖം പ്രാപിച്ചു വരുന്നു. എറിക്ക് അവൾക്കൊപ്പം തന്നെയുണ്ട്. 2 കാര്യങ്ങൾ ഈ കഥയിൽ നിന്നും നമുക്ക് പഠിക്കാം. 1, ഹൃദയമിടിപ്പ് നിലയ്ക്കുമെന്ന് തോന്നിപ്പിച്ച നിമിഷത്തിലും മെക്കൻസിയെ ചേർത്ത് പിടിച്ച എറിക്കിൻ്റെ ആ പ്രണയം. 2-ാമത്തേത്, ഒരാളുടെ മടക്കം മറ്റൊരാൾക്ക് ജീവിതമാകാമെന്ന വലിയ സത്യം. അവയവദാനം എന്നത് ഒരു മഹത്തായ തീരുമാനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എറിക്കിനെ പോലെ പ്രണയിക്കാൻ ശ്രമിക്കാം. കഴിയുമെങ്കിൽ നമ്മുടെ ഒരു ചെറിയ തീരുമാനം കൊണ്ട് മറ്റൊരു ജീവിതത്തിന് തുടിപ്പാകാനും ശ്രമിക്കാം. ജീവിതം അപ്രതീക്ഷിതമായ ചില പരീക്ഷണങ്ങൾ നമുക്ക് മുന്നിൽ വയ്ക്കാറുണ്ട്. അവിടെ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് മെഡിക്കൽ സയൻസിനേക്കാൾ ഉപരിയായി കൂടെയുള്ളവരുടെ ചേർത്തുപിടിക്കലുകൾ കൂടിയാണ്.